വെൽക്കം ബാക്ക് റോട്ടോ ടോക്സ്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ BCC ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്, ഒരാഴ്ചയ്ക്കാണ് നിലവിൽ സസ്പെൻഡ് ചെയ്തേക്കണമെന്നാണ് പറഞ്ഞേക്കണത്. അത് നമ്മുടെ ഇനിയുള്ള അവസ്ഥകളും കാര്യങ്ങളും അനുസരിച്ചുള്ളതനുസരിച്ചായിരിക്കും വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണ പറ്റിയിട്ട് IPLൻ്റെ ഇത് തീരുമാനിക്കുന്നുണ്ടാവുക. അരുണ, പിന്നെ എന്താണ് എക്സ്ട്രാ എന്തെങ്കിലും വാർത്ത ഉണ്ടോ താങ്കളുടെ കയ്യിൽ? ഇപ്പം നിലവിൽ ഇപ്പോൾ എന്തായാലും ഒരാഴ്ചത്തേക്കാണ് IPL സസ്പെൻഡ് ചെയ്തേക്കുന്നത്. പിന്നെ ഒരാഴ്ചക്കുള്ളിൽ ഇപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ നിലവിലിപ്പോൾ ഇപ്പോഴും വാർ കടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു എന്താവും നമുക്ക് ഒരു കൃത്യമായിട്ട് പ്രവചിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഒരാഴ്ചക്ക് ശേഷവും ഇന്ത്യയിൽ IPL നടത്തുക എന്നുള്ളതൊരു ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ആക്ച്വലി. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കൺസിഡർ ചെയ്തിട്ട് ഇപ്പോൾ നിലവിൽ BCCI പ്ലാൻ ചെയ്യുന്നത് ഇന്ത്യക്ക് പുറത്ത് വെച്ചൊരു IPL ഹോസ്റ്റ് ചെയ്യാനാണ്. അപ്പോൾ നിലവിൽ ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസ് ക്രിക്കറ്റ് ബോർഡ് ഇന്ത്യയെ വെൽക്കം ചെയ്തിട്ടുണ്ട് അവിടെ വെച്ചിട്ട് IPL നടത്താനായിട്ട്. അവർക്ക് ഓക്കെ ആണ് എന്നുള്ള രീതിയിൽ. UK നമുക്കറിയാം നിരവധി ഇന്ത്യൻ ഓഡിയൻസ് ഉണ്ട്, ഇന്ത്യൻ ആൾക്കാരുണ്ട്. സോ കാണികളുടെ എണ്ണത്തിലും ഓൾറെഡി ഇന്ത്യൻ പ്ലേയേഴ്സ് കളിക്കുമ്പോൾ തീർച്ചയായിട്ടും കാണികളുണ്ടായിരിക്കും. അപ്പോൾ UK കുറച്ചുകൂടി എക്സ്ട്രാ അഡ്വാൻറ്റേജ് പോലെ തീർച്ചയായിട്ടും അവിടെ ആൾക്കാർ തീർച്ചയായിട്ടും വരും. സോ അതുകൊണ്ട് ഇംഗ്ലണ്ട് കൺസിഡർ ചെയ്യാനായിരിക്കും കൂടുതൽ ചാൻസ്. പക്ഷെ നമ്മുടെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നടക്കുമ്പോൾ ഒരു പൊളിറ്റിക്കലായിട്ട് അവർക്ക് എതിരെ വിമർശനങ്ങൾ വരാൻ ചാൻസ് ഉണ്ടല്ലോ IPL കണ്ടക്ട് ചെയ്യണതിന് പറ്റിയിട്ട്. എനിക്ക് അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. IPL നടത്തുമ്പോൾ ഉള്ളൊരു വിമർശനം ഇതും വരുമല്ലോ BCCIക്ക്. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നടത്തുമ്പോൾ നമ്മളിപ്പോൾ പുറത്ത് രാജ്യത്ത് പോയി നടത്തുക എന്നുള്ള പറയണത് തന്നെ എനിക്ക് തോന്നണില്ല. കാരണം ഇപ്പോൾ അവർ IPL നിർത്തി വെച്ചേക്കണെന്ന് വെച്ചാൽ തന്നെ അവർ ഒരു മാച്ചിൻ്റെ ഇടയിൽ അവർക്ക് അത് തുടർന്ന് പോകാൻ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ അവർ നിവർത്തികേട് കൊണ്ടാണ് അവർ നിർത്തി വെച്ചത് ശരിക്കും പറഞ്ഞത്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു പോസിബിൾ നടക്കുമെന്ന് എനിക്ക് തോന്നണില്ല. അല്ല, നിലവിൽ ഇപ്പോൾ ഏകദേശം കുറച്ച് മാച്ചസേ ഉള്ളൂ. ഒരു സീസൺ പകുതി മുക്കാലും കഴിഞ്ഞ് കുറച്ച് മാച്ചസേ ഉള്ളൂ. അപ്പോൾ അത് നടത്താത്തത് കൊണ്ട് ഒരുപാട് ഫിനാൻഷ്യലി ഒരുപാട് നഷ്ടങ്ങൾ സഹിക്കേണ്ടി വരും. അപ്പോൾ ഏറ്റവും BCCI സഹിക്കേണ്ടി വരും. BCCI സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അതുപോലെ ടീം, അതിൻ്റെ ഓണേഴ്സ്, അങ്ങനെ എല്ലാവർക്കും ഒരു ഫിനാൻഷ്യൽ നഷ്ടം ഉണ്ടായിരിക്കും. സോ അത് ഒഴിവാക്കാൻ തന്നെ ആയിരിക്കും അവർ പ്ലാൻ ചെയ്യുന്നുണ്ടാവുക. പിന്നെ ഇപ്പം PCBയുടെ കേസും പറയണം. അവർ ഓൾറെഡി ഇപ്പോൾ പാകിസ്ഥാനിൽ വെച്ച് കളി നടത്താൻ സാധിക്കില്ല എന്നൊരു സിറ്റുവേഷനിൽ അവർ UAE വെച്ച് കണ്ടിന്യൂ ചെയ്യും എന്ന് ഒഫീഷ്യലായിട്ട് അവർ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയായിരുന്നു. പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ഒഫീഷ്യലായിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയായിരുന്നു, ഞങ്ങൾ UAE വെച്ച് കണ്ടക്ട് ചെയ്യുക എന്നുള്ളത്. പക്ഷേ നിലവിൽ അവിടെ നിന്ന് കിട്ടുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ UAE ഗവൺമെൻറ് അത് ഡിനൈ ചെയ്തു എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ PCB വൻ നാണക്കേടാണ് നേരിട്ടത്. കാരണം ഓൾറെഡി അവിടെ നടത്തുമെന്ന് അവർ ഒഫീഷ്യലായിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ട് അതിന് ശേഷമാണ് അവരത് ഇവിടെ നടത്താൻ പറ്റൂല എന്ന് പറഞ്ഞത്. അപ്പോൾ നിലവിൽ PCB എവിടെയും നടത്താൻ പറ്റാത്തൊരു സിറ്റുവേഷനായിട്ട് മാറിയേക്കുകയാണ്. പക്ഷേ ഇന്ത്യ വെൽക്കം ചെയ്തൊക്കെയാണ് ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസ് ക്രിക്കറ്റ് ബോർഡ്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ നടത്താനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. എന്തായാലും പ്ലെയർ സേഫ്റ്റി തന്നെയാണ് പ്രാധാന്യം. അപ്പോൾ ഒരാഴ്ചയ്ക്ക് ശേഷം ഈ ഇത് കണ്ടക്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നീട് സ്ലോട്ടുകളില്ല. നമുക്കറിയാം ഇപ്പോൾ ICC ഒരു കലണ്ടർ ഇറക്കുമ്പോൾ, ഒരു ആനുവൽ കലണ്ടർ ഇറക്കുമ്പോൾ ഒരു ഇത്രയും സ്ലോട്ട് ഓരോ ഇതിനായിട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഈ സമ്മറാണ് IPL എന്നുള്ളൊരു സ്ലോട്ട്. അല്ലെങ്കിൽ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി മാച്ചസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇപ്പോൾ അടുത്ത മാസം ടെസ്റ്റ് സീരീസ് വരുന്നുണ്ട്. അതിനുശേഷം വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനലും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നീട് ഒരു അവൈലബിൾ സ്ലോട്ട് എന്ന് പറയുന്നത് സെപ്റ്റംബറിലാണ്. പക്ഷേ ഈ സെപ്റ്റംബറിൽ കളി നടത്തുമ്പോൾ ഒരുപാട് പ്ലേയേഴ്സിൻ്റെ അൺഅവൈലബിലിറ്റി ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ മുംബൈയിൽ റിക്കൾട്ടൺ, അതുപോലെ ബോഷ്. RCBയിലോട്ട് വരുമ്പോൾ ഫിൽസാൾട്ട്, ലിവിങ്സ്റ്റൺ, അതുപോലെ എങ്കിഡി, അതുപോലെ ജേക്കബ് ബേദൽ. അപ്പോൾ RCBക്ക് വലിയൊരു അടിയായിരിക്കും. നമ്മുടെ ഗുജറാത്തിലോട്ട് വരുമ്പോൾ ജോസ് ബട്ട്ലറും അതുപോലെ റബാദ ഉണ്ടാവില്ല. അങ്ങനെ ഇംഗ്ലണ്ട് ആൻഡ് സൗത്ത് ആഫ്രിക്കൻ പ്ലേയേഴ്സിൻ്റെ ഒരു വൻ അഭാവം തന്നെ നമുക്ക് കാണാൻ സാധിക്കും ആ ഒരു സ്ലോട്ടിൽ നടത്തുമ്പോൾ. അപ്പോൾ സ്റ്റബ്സ് ഉണ്ടാവില്ല ഡൽഹിയിൽ. അപ്പോൾ ഇവരുടെയൊക്കെ കീ പ്ലേയേഴ്സാണ്. സോ സെപ്റ്റംബറിൽ നടത്തുമ്പോൾ എല്ലാ ടീമുകളും വൻ രീതിക്ക് ഡാമേജ് ആവും അവരുടെ കീ പ്ലേയേഴ്സൊക്കെ പോകുമ്പോൾ. അപ്പോൾ എല്ലാവരും ഇൻസിസ്റ്റ് ചെയ്യുന്നുണ്ടാവും. ടീമുകൾ ഇൻസിസ്റ്റ് ചെയ്യുന്നുണ്ടാവും പെട്ടെന്ന് തന്നെ ഫ്ലോപ്പും RCBക്കൊക്കെ അത് ഭയങ്കരമായിട്ട് ബാധിക്കും. അതെ, അപ്പോൾ പെട്ടെന്ന് തന്നെ നടത്താമെന്നുള്ള രീതിക്കാവും അവരും താല്പര്യം പ്രകടിക്കുന്നുണ്ടാവും. അതും ഏറ്റവും സേഫായ രീതിയിൽ തന്നെ വേണം. പ്ലേയേഴ്സിന്റെ ഇത് വെച്ച് നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല. അല്ല, എനിക്ക് തോന്നുന്നു ഈ മറ്റേ കോവിഡ് പോലെയൊക്കെ പിന്നെ സൗത്ത് ഇന്ത്യയിലല്ലേ, ചെന്നൈയിൽ, ഹൈദരാബാദിലൊക്കെ അടച്ചിട്ട സ്റ്റേഡിയത്തിലൊക്കെ അപ്പോൾ ഈ വിമർശനങ്ങൾ ഉണ്ടായിരിക്കും IPL നടക്കുമ്പോൾ. എന്തായാലും ഇനി
പക്ഷെ അങ്ങനെ ഒരു പോസിബിൾ നടക്കില്ലേ? നമ്മൾ ഈ ഇംഗ്ലണ്ടിലേക്ക് പോകണായിട്ടും ബെറ്റർ അല്ലേ സൗത്ത് അല്ല, ഇന്ത്യ? പക്ഷെ ഇന്ത്യയിൽ അത് കണ്ടക്ട് ചെയ്യാനുള്ളൊരു ഗവൺമെന്റ് അപ്രൂവലും കാര്യങ്ങളൊക്കെ വേണല്ലോ. അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. എന്തായാലും ഇപ്പൊ ഇത്തരത്തിലുള്ള ഒരു മാച്ച് കണ്ടക്ട് ചെയ്യുക, ഇത്രയും ഫോറിൻ പ്ലേയേഴ്സും ഇത്രയും അതും ഒരു ഇത് തന്നെയാണ്. ഫോറിൻ പ്ലേയേഴ്സിന് അവരവരുടെ ക്രിക്കറ്റ് ബോർഡ് വിളിക്കുന്നുണ്ട്, തിരിച്ചു വിളിക്കുന്നുണ്ടല്ലോ. അപ്പോഴും അതൊരു പ്രശ്നമല്ല. അല്ല, ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ബോർഡായാലും ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ബോർഡായാലും ഇന്ത്യയിലുള്ള പ്ലേയേഴ്സിനെ നിലവിൽ തിരിച്ചങ്ങനെ വിളിച്ചിട്ടില്ല. നേരെ മറിച്ച് പാകിസ്ഥാനിലുള്ള പ്ലേയേഴ്സിനെ വിളിച്ചിട്ടുണ്ട്. ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ബോർഡ് അവരുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇറക്കി, അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയായിരുന്നു. എന്തായാലും ഇന്ത്യയിൽ നിന്ന് ഇതുവരെ തിരിച്ചു വിളിച്ചിട്ടില്ല. പക്ഷേ അധികം നാൾ അവർക്ക് ഇന്ത്യയിൽ തുടരാൻ സാധിക്കില്ല. സോ അതുകൊണ്ട് ആണ് ഇപ്പോൾ ഇംഗ്ലണ്ടിലോട്ട് ഉള്ളൊരു മാറ്റം കൺസിഡർ ചെയ്യുന്നുണ്ടാവുക. എന്തായാലും IPL നടക്കണം എന്നുള്ള രീതിയിൽ നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. അപ്പോൾ നടക്കുകയാണെങ്കിൽ തന്നെ അത് ഏറ്റവും സേഫായ രീതിയിൽ നടക്കുക എന്ന് നമ്മൾ വിചാരിക്കാൻ പാടുള്ളൂ. അല്ല, അപ്പോൾ നിലവിൽ ഇപ്പോൾ IPL നിർത്തുകയാണെങ്കിൽ ഇപ്പോഴത്തെ പോയിന്റ് ടോപ്പേഴ്സിന് കിരീടം കൊടുത്തിട്ട് അങ്ങനെ അവസാനിക്കാൻ ചാൻസ് ഉണ്ടോ? അല്ല, അങ്ങനെ പഞ്ചായത്ത് റൂള് പടയ്ക്കാൻ ചാൻസ് ഇല്ല. അല്ലാതെ നമ്മളിനിപ്പോൾ IPL നിർത്തുന്നു വിചാരിക്കും, ഇതുവരെയുള്ള പോയിന്റ് അങ്ങനെ ആയിരിക്കുമല്ലോ. പോയിന്റ് ടോപ്പ് ടേബിളിൽ വന്നവർക്ക് ഒരു പരിഗണന കൊടുത്ത് അവസാനിപ്പിക്കേണ്ടി വരുമല്ലോ. അല്ലാതെ പിന്നെ ടോസ് ഇട്ടിട്ട് തീരുമാനിക്കാൻ പറ്റില്ല. അത് ഏറ്റവും കൂടുതൽ പോയിന്റ് ഉള്ളത് നിലവിൽ ഗുജറാത്തിന്, ഏറ്റവും കൂടുതൽ നെറ്റ് റൺ റേറ്റ് ഉള്ളത് മുംബൈക്ക്, ഏറ്റവും കൂടുതൽ എവേ വിൻസ് ഉള്ളത് RCBക്ക്. അപ്പം എന്തായാലും അങ്ങനത്തെ ഒരു തീരുമാനം വരില്ല. IPL അങ്ങനെ ഈ വർഷത്തെ ക്യാൻസൽ ചെയ്ത് ഇനി അടുത്ത വർഷം ആണ് ഉണ്ടാവുക, അങ്ങനത്തെ ഒരു തീരുമാനം എടുക്കാൻ സാധ്യതയില്ല. എന്തായാലും ഈ വർഷം എപ്പോഴെങ്കിലും, ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ സെപ്റ്റംബറിലാണെങ്കിൽ സെപ്റ്റംബറിൽ കണ്ടക്ട് ചെയ്യാം. പക്ഷെ ഒരുപാട് പ്ലേയേഴ്സിൻ്റെ അവൈലബിലിറ്റി ഉണ്ടാവില്ല എന്നുള്ളൂ. നേരെ സെപ്റ്റംബറിൽ കണ്ടക്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ എന്തായാലും കണ്ടക്ട് ചെയ്യും തന്നെയാണ് നിലവിൽ ഉള്ളൊരു ഇത്. കാരണം ഒരിക്കലും ഒരു സീസൺ മുക്കാലായിട്ട് അത് നിർത്തിവെക്കാനുള്ളൊരു സാധ്യത കാണുന്നില്ല. നേരെ മറിച്ച് PCB അവർ PSL അങ്ങനെ നിർത്താനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു നാണക്കേടിലൂടെയും പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് പോകേണ്ട ഒരു അവസ്ഥ വരാനുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും IPL അങ്ങനത്തെ ഒരു മോശം അവസ്ഥ വരാനുള്ള ചാൻസ് ഇല്ല. എനിവേ ഇവർ ഫിനിഷ് ചെയ്യും. പക്ഷെ അത് എന്ന്, എപ്പോൾ, എവിടെ വെച്ച് എന്നുള്ളതൊക്കെയാണ് നിലവിൽ ഇപ്പോഴും ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ളത്. എനിവേ എന്തായാലും ഒരാഴ്ച വെയിറ്റ് ചെയ്യുക, ഒഫീഷ്യലായിട്ട് അവർ തന്നെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നിലവിലുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. കൂടുതൽ കാര്യം അറിയണവരൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടുക, ലൈവായിട്ട് കാര്യങ്ങൾ അറിയണവർ. അതുപോലെ തന്നെ നമ്മൾ തുടർന്ന് വീഡിയോകൾ ചെയ്യുന്നതായിരിക്കും ക്രിക്കറ്റിന് സംബന്ധമായ കാര്യങ്ങളും. IPL മാത്രമല്ല, അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമുക്ക് കിട്ടുന്ന ഇൻഫോർമേഷൻസ് അത് മാക്സിമം ജെന്യുവൻ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് നമ്മൾ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം ജെന്യുവനാണെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് പല ഇൻഫോർമേഷൻസും പറയുന്നത്. അപ്പോൾ ഒരുപാട് ഫേക്ക് ഇൻഫോർമേഷൻസും കാര്യങ്ങളും കറങ്ങി നടക്കുന്നുണ്ട്. ഇപ്പോൾ IPL പറ്റിയിട്ടായാലും അല്ലാതെ. അപ്പോൾ അത് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ ഉറപ്പ് വരുത്തുക ഇത് ശരിയാണ് എന്നുള്ളത്.